Hello everyone, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഹൈ ലോ എൻഡ് കുർത്തി എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ഐക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽ ഇതിനാവശ്യമുണ്ട്. ഇത് ഉള്ളിലെയും ഇത് പുറത്തെയും ലെയറാണ്. ഞാൻ ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല ഇതിന് ഇനി സെപ്പറേറ്റ് ലൈനിങ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇത് ഞാൻ 4 ആക്കി മടക്കിയിട്ടുള്ള തുണിയാണ്. ഇതാണ് ഞാൻ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇറക്കം 40 ഈ കുർത്തിയുടെ ഇറക്കം 40 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വീതി വരണത് ഞാൻ എടുത്തിരിക്കുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുത്തെ മെഷർമെൻറ്റ് വരിക ഒരു 20.5 നല്ല ഫ്ലെയർ ഉള്ളൊരു കുർത്തിയാണിത്. അത് കാരണം കൊണ്ട് ഒരു 20.5 ആണ് ഞാൻ ഇവിടുത്തെ വീതി എടുത്തിരിക്കുന്നത്. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് 15 അപ്പോൾ ഇവിടെ ഞാൻ 7.5 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഷോൾഡർ ഈ ഭാഗം വരുന്നത് 2 കാരണം എനിക്ക് ബോട്ട് നെക്കാണ് വേണ്ടത്. അത് കാരണം ചെറിയ ഒരു ഷോൾഡർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ താഴേക്കുള്ള ഇറക്കം ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ബോട്ട് നെക്ക് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇനിയും വരുന്നത് ആം ഹോളാണ്. ആം ഹോൾ ഞാൻ എടുത്തിരിക്കുന്നത് 7.5 പിന്നെ മാത്രമല്ല ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് സെപ്പറേറ്റ് മാർക്ക് ചെയ്യുക. ഇത് ബാക്കിലെ ആം ഹോളാണ്. ഇത് ചെസ്റ്റ് പോയിൻ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 9.5 അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് പറയാം. എനിക്ക് ഫുൾ ബസ് പോയിൻ്റ് വരുന്നത് 34 ഇഞ്ചാണ്. അതിന് 4 ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.5 ഇഞ്ച് കിട്ടും. അതിന് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് 9.5 ഇഞ്ച്. അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വേസ്റ്റ് ലൈനാണ്. അത് ഞാനിവിടെ 8 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ നമ്മൾ വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തുക ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 15 ഇഞ്ച് എടുത്തിട്ടാണ് സാധാരണ അടയാളപ്പെടുത്തുക. ഞാനിവിടെ 13 എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. എനിക്ക് വേസ്റ്റ് ലൈൻ ഫുൾ വേസ്റ്റ് ലൈൻ വരുന്നത് 30 അതിനെ 4 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7.5 പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടെ ചേർത്ത് 8 അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു മെഷർമെൻറ്റ് ഞാനിവിടെ എടുത്തിട്ടില്ല. കാരണം സ്ലിറ്റൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഈ സെയിം ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇവിടെ വരച്ചിരിക്കുകയാണ്. കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെയാണ് ഈ മെഷർമെൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ടത് 1.5 ഇഞ്ച് വിട്ട് ആണ്. CM അലവൻസ് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 2 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് സ്ലീവാണ്. ഞാനൊരു ലോങ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇത് 18.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. പിന്നെ ഇവിടുത്തെ വീതി 9 പിന്നെ ഇവിടെ 5 എടുത്തിരിക്കുന്നത് സ്ലീവ്. അപ്പോൾ ഈ തുണിയിലുള്ള കട്ടിങ് കഴിഞ്ഞു നമ്മുടെ. ഇനിയുള്ളത് ഈ തുണിയാണ്. നമുക്ക് സെയിം പാറ്റേൺ ഇതിൽ കട്ട് ചെയ്യാം. പിന്നെ ഒരു വ്യത്യാസമുള്ളത് സ്ലീവ് ഇതിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്ലീവ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് മാത്രം വ്യത്യാസമുണ്ട്. ഇതൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ മെഷർമെൻറ്റ് താഴത്തേക്ക് കുറച്ച് ഇറക്കത്തിലാണിത് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 7 ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത്രമാത്രം ഇതിന് വ്യത്യാസമുള്ളൂ. വേറെ എല്ലാം ഒരുപോലെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ സ്ലീവിൻ്റെ ആവശ്യമില്ല, നേരത്തെ പറഞ്ഞോളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴെ ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ചെയ്ത തുണികളുടെയൊക്കെ അതൊന്ന് ചെയ്യാം. താഴെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 തുണിയും നേരത്തെ വെട്ടി വെച്ച 4 തുണിയും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗം, അതായത് കൂട്ടി യോജിപ്പിക്കേണ്ട ഭാഗം, നമ്മൾ 2.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് ചെറിയൊരു കർവ് വരച്ചിരിക്കുകയാണ്. അത് എന്നിട്ട് നമുക്ക് ഒന്ന് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ലോ എൻഡാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിൽ പീസ് എടുത്തിട്ട് നടു മടക്കിയതിന് ശേഷം ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിലേക്ക് അത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഹൈ ലോ എൻഡ് കട്ട് ചെയ്യണത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നെക്കും ഷോൾഡേഴ്സാണ് ആദ്യം കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്.
ഇത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാത്ത കാരണം, ലൈനിങ് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തിട്ട് അതിൽ സെയിം അളവിൽ നെക്കും അതുപോലെ തന്നെ ഷോൾഡേഴ്സും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ. പിന്നെ കുറച്ച് ഭാഗം ആം ഹോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഷോൾഡേഴ്സ് കൂട്ടി യോജിപ്പിക്കാം. മെയിൻ തുണിയുടെയും അതുപോലെ തന്നെ ഈ പീസിൻ്റെയും ഷോൾഡേഴ്സ് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഞാനിവിടെ കൈ രണ്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൂട്ടി യോജിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത മെഷർമെൻ്റ് അനുസരിച്ചിട്ട് അളവനുസരിച്ച് 2 സൈഡും താഴെ ഒന്ന് മടക്കി തയ്ക്കുക. പിന്നെ ഇതിൽ സ്ലിറ്റൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഈ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹോൾഡേഴ്സ് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മെയിൻ തുണിയിൽ അതുപോലെ തന്നെ ഈ നെക്ക് നേരത്തെ ഞാൻ വെട്ടി വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇവിടെയും വെട്ടി വയ്ക്കുക. നെക്കും അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആം ഹോളും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇത് സ്ലീവ് ഇല്ല, അത് കാരണം കൊണ്ടാണ്. ലൈനിങ് നിങ്ങൾ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലും നമുക്ക് ഷോൾഡേഴ്സ് കൂട്ടി യോജിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ തുണിയുടെ പിന്നെ നെക്കും ആം ഹോളും നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോളാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. ആം ഹോളിൽ ഞാനൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതെങ്ങനെയാണ് ചെയ്യണതെന്ന് പറയാം. അപ്പോൾ ഇത് പൈപ്പിംഗ് ത്രെഡാണ്. ഇത് 1 ഇഞ്ചിൽ, അതായത് 1 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്ട്രിപ്സാണ്. ഇത് പൈപ്പിംഗ് ചെയ്യണത് നമ്മളിത് നടുവിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ പൈപ്പിങ്ങിൽ ചെയ്യുക. അതിൽ നമ്മൾ സിപ്പർ ഫൂട്ട് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് പിടിപ്പിക്കുകയെന്ന് പറയാം. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ മറിച്ച് ഒന്നും കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. 2 ആം ഹോളും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സാധാരണ പോലെ തന്നെ 2 സൈഡും മെഷർമെൻ്റ് അനുസരിച്ചിട്ട് തന്നെ കൂട്ടി യോജിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ താഴെ ഒന്ന് അരികൊക്കെ ഒന്ന് മടക്കി തയ്ക്കുക. ഇനി നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.